42 വയസ്സുള്ള വളാഞ്ചേരി സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. ഇപ്പോൾ നിലവിൽ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. നിലവിലെ ഈ രോഗിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർ ഈ മീറ്റിങ്ങിൽ ഓൺലൈനായിട്ട് പങ്കെടുത്ത് കൃത്യമായിട്ട് വിശദീകരിച്ചിരുന്നു. അപ്പോൾ വൈറ്റൽസ് ഒക്കെ സ്റ്റേബിളാണ്, യൂറിൻ ഔട്ട്പുട്ട് ഉണ്ട്. ഇന്നലെ നിപ്പ സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ ആരംഭിച്ചിരുന്നു. അതുകൂടാതെ മോണോക്ലോണൽ ആൻറ്റിബോഡി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. മോണോക്ലോണൽ ആൻറ്റിബോഡി എത്രയും വേഗം, അപ്പം ആ ആശുപത്രിയുടെ എത്തിക്കൽ കമ്മിറ്റിയുടെ കൂടി അനുവാദം ആവശ്യമായിട്ടുണ്ട്. അതായത് രോഗിയെ ചികിത്സിക്കുന്ന ആശുപത്രിയുടെ എത്തിക്കൽ കമ്മിറ്റിയുടെ അനുവാദം അവർ വൈകാതെ അനുവാദം നൽകും. അപ്പോൾ അത് അനുസരിച്ച് എത്രയും പെട്ടെന്ന് മോണോക്ലോണൽ ആൻറ്റിബോഡി ഈ രോഗിക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ 2ാം വാർഡിലാണ് ഈ രോഗിയുടെ വീടുള്ളത്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ളതുപോലെ പ്രോട്ടോക്കോൾ അനുസരിച്ച് 3 കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ഉണ്ടാകും. ഇത് സംബന്ധിച്ചിട്ടുള്ള ഓർഡർ അല്പസമയത്തിനകം ജില്ലാ കളക്ടർ ഇറക്കുന്നതാണ്. അതിൽ മാറാക്കര പഞ്ചായത്തും അതോടൊപ്പം തന്നെ എടയൂർ പഞ്ചായത്തും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് കോണ്ടാക്റ്റിലുള്ളവർ മാത്രമാണ്. അതിപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ നടക്കുമ്പോൾ തന്നെ കോണ്ടാക്ട് ട്രേസിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാതെ പൊതുവിൽ അവിടെ ഒരു നിയന്ത്രണമില്ല. മാസ്ക് ധരിക്കണം, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാകണം എന്നുള്ളത് വളരെ കർശനമായിട്ട് ജില്ല മുഴുവൻ നടപ്പിലാക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.